പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാഠഭാഗത്തേക്ക് പോവാണ്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കൊമേഴ്സ് എന്താണെന്നും കൊമേഴ്സിന്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ബിസിനസ് സ്റ്റഡീസ് ആണ് എന്റെ വിഷയം. കൊമേഴ്സിലെ ഏറ്റവും കോറായിട്ടുള്ള ചില സബ്ജക്റ്റുകളിൽ ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്. ഇതൊരു തിയറി പേപ്പറാണ്. തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്കിന്റെ ഘടന +1 വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ വിഷയങ്ങളിൽ തിയറി പേപ്പറും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സും ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് അക്കൗണ്ടൻസി ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് വിഷയമാണ്. ബിസിനസ് സ്റ്റഡീസ് ഒരു തിയറി പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റഡീസിന്റെയും അക്കൗണ്ടൻസിന്റെയും മാർക്ക് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ബിസിനസ് സ്റ്റഡീസിന്റെ മാർക്ക് എന്ന് പറയുന്നത് 2 വർഷങ്ങളിൽ കൂടി 200 മാർക്കാണ്. ആദ്യത്തെ വർഷം 100 മാർക്ക്, രണ്ടാമത്തെ വർഷവും 100 മാർക്ക്. അങ്ങനെ ടോട്ടൽ 200 സ്കോറാണ്. 200 സ്കോറാണ്. ഇതിൽ ഒന്നാമത്തെ വർഷത്തെ 100 മാർക്കിൽ 100 സ്കോറിൽ 20 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മാർക്കും 80 മാർക്ക് ടേമിനൽ ഇവാലുവേഷൻ TE, അതായത് ടേം എക്സാമിനേഷന്റെ ഭാഗമായി നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ്. ഈ 2 മാർക്കും കൂടി ആണ് ടോട്ടൽ 100 മാർക്ക്. ഇതുപോലെ 2 വർഷങ്ങളിൽ വരുമ്പോഴത്തേക്കും 200 മാർക്കിലാണ് ബിസിനസ് സ്റ്റഡീസിന്റെ സ്കോർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഒപ്പം നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. നിങ്ങളുടെ അധ്യായങ്ങൾ കഴിഞ്ഞ നിങ്ങളുടെ SLCയിലൊക്കെ സോഷ്യലിസ്റ്റിന്റെ ഭാഗമായി നിങ്ങൾ എക്കണോമിക്സിന്റെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കുകയാണ്. തിയററ്റിക്കലായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ബിസിനസ് എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മുടെ അധ്യായങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. Total 11 chapters, of which part 1 consists of 6 chapters and part 2 consists of 5 chapters. ആദ്യത്തെ ചാപ്റ്റർ അധ്യായം എന്നത് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അതായത് കച്ചവടം, വ്യാപാരം, വാണിജ്യം. ഈ അധ്യായത്തിൻ്റെ തുടക്കം ബിസിനസ്സിൻ്റെ ചരിത്രത്തിലൂടെയാണ്. പക്ഷേ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് മനുഷ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടങ്ങാം. കാരണം ബിസിനസ് ഒരു മനുഷ്യ പ്രവർത്തനമാണ്. ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് മനുഷ്യരിൽ നിന്ന് തുടങ്ങാം. എല്ലാ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹ്യൂമൻ ബീങ്സ് ആർ പെർഫോമിംഗ് ഡിഫറെന്റ് തിങ്സ് ഇൻ ദെയർ ലൈഫ്. മനുഷ്യ പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാം. ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ്. എന്റെ ജോലി അധ്യാപനം. നിങ്ങളെ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ ജോലി പഠിക്കലാണ്. നിങ്ങളുടെ അച്ഛൻ, അമ്മ അവരുടെ ജോലി ചെയ്യുന്നു, അല്ലെ? നമ്മുടെ ചുറ്റുപാടിലെ ആൾക്കാർ അവരുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇതിനൊക്കെ നമുക്ക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിളിക്കാം. Human activities are generally classified into 2. That is, economic activity and non-economic activity. സാമ്പത്തിക പ്രവർത്തനങ്ങളും സാമ്പത്തികേതര പ്രവർത്തനങ്ങളും. സാമ്പത്തികപരമായി ഒന്നും പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാം. മോണിറ്ററി ബെനിഫിറ്റ് അവർ ആഗ്രഹിക്കുന്നില്ല. അമ്മ, ഹൗസ് വൈഫ്, അല്ലെ? അമ്മ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് പൈസ പ്രതീക്ഷിച്ചിട്ടാണോ?
ഒരിക്കലുമല്ല. നിങ്ങൾ ഇഷ്ടത്തോടു കൂടി നിങ്ങളുടെ ഗാർഡനിൽ പോയിട്ട് ഉദ്യാനങ്ങളൊക്കെ പരിപാലിക്കുന്നത് പണം പ്രതീക്ഷിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. ചില ആൾക്കാർ സാമൂഹ്യ സേവനം നടത്തുന്ന നമുക്ക് കാണാം. അവര് പണം പ്രതീക്ഷിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് which are engaged by a human being for personal satisfaction, psychological factors, or out of religious sentiments, etc. ഇനി നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ദൈനംദിന ജീവിതത്തിന് നമുക്ക് പണം ആവശ്യമാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യമാണ്. ഈ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാം. ഇഷ്ടംപോലെ പലതരത്തിലുള്ള ജോലികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പാരന്റ്സിന് എടുത്താൽ മതി. അതിൽ ചില ആൾക്കാർ അധ്യാപകരുണ്ടാവാം, ഡോക്ടർമാരുണ്ടാവാം, എഞ്ചിനീയർമാരുണ്ടാവാം, അഡ്വക്കേറ്റ്സ് ഉണ്ടാവാം, വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെ, മാനുവൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവാം, അല്ലെ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. ഇവരൊക്കെ ദൈനംദിനമായി അവരുടെ ജോലിയുടെ ഭാഗമായി കുറച്ച് പണം സമ്പാദിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കാം, സാമ്പത്തിക പ്രവർത്തനം. അതായത് ദോസ് ആക്ടിവിറ്റി which are engaged by human being to attain some money, monetary benefit for earning livelihood. എക്കണോമിക് ആക്ടിവിറ്റിയെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഇവിടെ കാണാം: എംപ്ലോയ്മെന്റ്, പ്രൊഫഷൻ ആൻഡ് ബിസിനസ്. ഇതിൽ എംപ്ലോയ്മെന്റും പ്രൊഫഷനും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബിസിനസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് അങ്ങോട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേക്ക് പോകാം: എംപ്ലോയ്മെന്റ്. It is a agreement between employer and employee whereby employee working for employer to get regular income known as salary. എംപ്ലോയറും എംപ്ലോയിയും, തൊഴിൽ കൊടുക്കുന്ന ആളും തൊഴിൽ എടുക്കുന്ന ആളും തമ്മിലുള്ള ഒരു കരാറാണ്. ഈ കരാറിന്റെ ഭാഗമായിട്ട് തൊഴിലെടുക്കുന്ന ആള് തൊഴിൽ കൊടുക്കുന്നവർക്ക് വേണ്ടി നിശ്ചിത ജോലി ചെയ്യുന്നു. പകരമായിട്ട് അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നു, സാലറി ഓർ വേജസ്. ഇതാണ് എംപ്ലോയ്മെന്റ്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ വിദഗ്ധ തൊഴിൽ. എംപ്ലോയ്മെന്റ് തൊഴിലാണെങ്കിൽ പ്രൊഫഷൻ എന്നത് വിദഗ്ധ തൊഴിൽ. പ്രൊഫഷൻ refers to an occupation backed by a special knowledge and skill. പ്രത്യേകമായ അറിവിലൂടെയും വൈദഗ്ധ്യത്തിലൂടെയും ഒരു വ്യക്തി പ്രത്യേക രീതിയിലുള്ള ജോലി ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പ്രൊഫഷണൽ വിളിക്കാം. ഒരാൾ പ്രൊഫഷണൽ എൻഗേജ് ചെയ്യുമ്പോൾ അയാളെ നമുക്ക് പ്രൊഫഷണൽ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയർ, ഡോക്ടർ, അഡ്വക്കേറ്റ് ഇവരൊക്കെ ചെയ്യുന്നത് പ്രൊഫഷനാണ്. അവർക്ക് അറിവുണ്ടായിരിക്കണം, അത് ചെയ്യാനുള്ള നൈപുണ്യ സ്കില്ലുണ്ടായിരിക്കണം. അവര് ട്രെയിനിങ്ങിലൂടെയാണ് ഇത് സ്വായത്തമാക്കുന്നത്. ഇതൊക്കെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ബിസിനസ്. എന്താണ് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസി എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ബിസി എന്ന് പറഞ്ഞാൽ തിരക്ക്. ബിസിനസ്സുകാർ എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ആൾക്കാരാണ്. സാധനങ്ങൾ, സേവനങ്ങൾ വാങ്ങിക്കുക, അത് ഉൽപ്പാദിപ്പിക്കുക. എന്താവശ്യം കൊണ്ടിട്ടാണ് വാങ്ങിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്? അത് സ്വന്തമായി ഉപയോഗിക്കാനാണോ? അല്ല, അത് വിൽപ്പന നടത്തി അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ബിസിനസ് എന്ന് വിളിക്കുക. ബൈയിങ്, പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിന്, ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാം. ഈ മൂന്ന് കാര്യങ്ങളുടെയും ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. ഈ കമ്പാരിസണിലൂടെ ഇതിനെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. Comparison of business, profession and employment on the basis of different factors.
First basis is mode of establishment. A business can be established on the decision of entrepreneur after the legal formalities. But in case of profession, one require membership in a professional body and certificate of practice. In case of employment, appointment letter or service agreement is required. And the second basis, nature of work. In the case of business, it is the provision of goods and service to the public. It make available goods and service to the public. In case of profession, rendering of personalized expert services. And in case of employment, performing work as per service contract or rules of agreement. Third one is qualification. In case of business, there is no minimum qualification is necessary. Without qualification, one can start a business. In case of profession, qualification is must. That means qualification, expertise and training in specific field as prescribed by the professional body is a must. But in case of employment, qualification and training as prescribed by the employer. Fourth one is reward or return. In business, the reward is profit. In case of profession, the reward is professional fee. In case of employment, it is salary or wages. ബിസിനസ് തുടങ്ങുന്നത് എൻ്റർപ്രണേഴ്സിൻ്റെ തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ, അതായത് നിയമപരമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തുടങ്ങാം. അതേസമയത്ത് പ്രൊഫഷൻ തുടങ്ങണമെങ്കിൽ പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പും സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും ലഭിച്ചാൽ മാത്രമേ പറ്റൂ. എന്നാൽ എംപ്ലോയ്മെൻ്റ് കേസിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, സർവീസ് എഗ്രിമെൻറ്റ് ആയിക്കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസം, ബിസിനസ് ആവശ്യക്കാർക്ക് സാധനങ്ങളും സേവനങ്ങളും നൽകുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് പ്രൊഫഷൻ എന്ന് പറയുന്നത് എക്സ്പെർട്ടൈസ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എംപ്ലോയ്മെൻ്റ് കേസിൽ സർവീസ് കോൺട്രാക്റ്റ് റൂൾസിൽ പറയുന്ന പ്രകാരമുള്ള വർക്കാണ് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ്റെ കേസിൽ ബിസിനസ് തുടങ്ങാൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. പ്രൊഫഷൻ്റെ കേസിൽ ആ പർട്ടിക്കുലർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ആവശ്യമാണ്. എംപ്ലോയ്മെൻ്റ് കേസിൽ എംപ്ലോയർ പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ഇനി റിട്ടേൺ, റിവാർഡ്, അതായത് പകരമായിട്ട് എന്താണ് കിട്ടുന്നത്? ബിസിനസ്സിൽ നിന്നും ലാഭം ലഭിക്കുന്നു, പ്രൊഫഷൻ ചെയ്തവർക്ക് ഫീസ് ലഭിക്കുന്നു, എംപ്ലോയ്മെൻറ്റിൽ ഏർപ്പെടുന്നവർക്ക് ശമ്പളം, വേജസ്, സാലറി, വേജസ് ലഭിക്കുന്നു. ഫിഫ്ത്ത് ബേസിസ് ഈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ കേസ് ഓഫ് business, capital investment is required as per the size and nature of business. In case of profession, limited capital needed for establishment, but in case of employment, no capital is required. Sixth one, risk. Profits are uncertain and irregular, so risk is present and may be very high. But in case of profession, fees is generally regular and it has some moderate risk. But in case of employment, fixed and regular pay, so that there is no or little risk. Seventh one is transfer of interest. In case of business, transfer possible. But in case of profession and employment, transfer of interest is not possible. Eighth one, code of conduct. In case of business, no code of conduct is prescribed. In case of profession, professional code of conduct is to be followed. And in case of employment, norms of behavior laid on by the employer are to be followed. And the last point, difference is made on the basis of example.
In case of business, examples are shop, factory, etc. In case of profession, legal, medical profession, chartered accountancy, etc. And in case of employment, job in bank, insurance company, government departments, etc. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മൂലധന നിക്ഷേപം. ബിസിനസ്സിൻ്റെ കേസിൽ മൂലധന നിക്ഷേപം വളരെ കൂടുതലായിട്ട് വേണ്ടി വരും. അത്ര തന്നെ മൂലധന നിക്ഷേപം പ്രൊഫഷൻ്റെ കേസിൽ ആവശ്യമില്ല. അതേസമയത്ത് എംപ്ലോയ്മെൻ്റ് കേസിൽ ക്യാപിറ്റൽ തീരെ ആവശ്യം ഇല്ല. അടുത്തത് റിസ്ക്കാണ്. ബിസിനസ്സിന് ലാഭനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കൂടുതൽ ആയിരിക്കും. പ്രൊഫഷൻ്റെ കേസിൽ ഫീസ് റെഗുലറായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അത്ര തന്നെ റിസ്ക് ഇല്ല. പക്ഷേ റിസ്ക് തീരെ ഇല്ലാതെയുമില്ല. അതായത് മോഡറേറ്റ് ലെവലിലാണ് റിസ്ക് ഉള്ളത്. എംപ്ലോയ്മെൻ്റ് കേസിൽ റെഗുലർ ഇൻകം ആയതുകൊണ്ട് തീരെ റിസ്ക് ഇല്ല എന്ന് നമുക്ക് പറയാം. ഏഴാമത്തത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. താല്പര്യം കൈമാറ്റം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ബിസിനസ്സിൻ്റെ കേസിൽ അത് പറ്റും. എംപ്ലോയ്മെൻറ്റിൻ്റെയും പ്രൊഫഷൻ്റെ കേസിലും അത് പറ്റില്ല. അതായത് ഒരു ബിസിനസ്സുകാരന് വേണമെങ്കിൽ അയാളുടെ ബിസിനസ്സിലുള്ള താല്പര്യം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാം. ആ സമയത്ത് ഒരു പ്രൊഫഷനോ എംപ്ലോയ്മെൻറ്റിനോ അത് പറ്റില്ല. ഒരു ഡോക്ടർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡോക്ടറുടെ ജോലി, ഡോക്ടറുടെ പ്രൊഫഷൻ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും അത് അത്ര പ്രായോഗികമല്ല. അടുത്തത് എട്ടാമത്തത് കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റ ചട്ടം. ബിസിനസ്സിൻ്റെ കേസിൽ കാര്യമായ രീതിയിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളൊന്നുമില്ല. കാരണം ബിസിനസ്സുകാരൻ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതേസമയത്ത് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ പെരുമാറ്റച്ചട്ടം എംപ്ലോയർ നിഷ്കർഷിക്കുന്ന പെരുമാറ്റച്ചട്ടമാണ്, റൂൾസ് ആൻഡ് റെഗുലേഷനാണ് പാലിക്കേണ്ടത്. പ്രൊഫഷൻ്റെ കേസിൽ പ്രൊഫഷണൽ ബോഡി നിശ്ചയിക്കുന്ന പെരുമാറ്റച്ചട്ടം പാലിക്കേണ്ടിയിരിക്കുന്നു. അവസാനമായിട്ട് എക്സാമ്പിളിലൂടെയാണ് കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. ബിസിനസ്സിൻ്റെ എക്സാമ്പിൾ ഷോപ്പ്, ഫാക്ടറി മുതലായവയാണ്. അതേസമയത്ത് പ്രൊഫഷൻ്റെ കേസിൽ ലീഗൽ, മെഡിക്കൽ പ്രൊഫഷൻ, ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നിവ ഉദാഹരണങ്ങളാണ്. എംപ്ലോയ്മെൻ്റ് കേസിൽ ബാങ്കുകളിൽ, ഇൻഷുറൻസ് കമ്പനികളിൽ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലുള്ള ജോലി ഉദാഹരണങ്ങളാണ്. ഇതുവരെ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ്, പ്രൊഫഷൻ, ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി. അടുത്ത ക്ലാസ് മുതൽ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ബിസിനസ്സിൻ്റെ ചരിത്രത്തിലേക്കും അതേപോലെ തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കാം. ഇതുവരെയുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.